ഹായ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ എനിക്ക് പുതിയ കുറേ പേര് കമൻ്റ് ഇടുന്നുണ്ട്. അപ്പോൾ പഴയവർ പിണങ്ങരുതേ, പഴയവരും എനിക്ക് കമൻ്റ് ഇടുന്നുണ്ട്. പഴയവർക്കും പുതിയവർക്കും എല്ലാം ഒത്തിരി നന്ദിയുണ്ട്. വീണ്ടും കണ്ടിന്യൂ നിങ്ങൾ ഇങ്ങനെ കമൻസൊക്കെ ഇട്ടുകൊണ്ടിരിക്കണേ. അതൊരു നല്ലതല്ലേ, വായിക്കുന്ന എനിക്കും ഇടുന്ന നിങ്ങൾക്കും. അപ്പോൾ കമൻറ്റിൽ എൻ്റെ അടുത്ത് കുറേ നാളുകൾക്ക് മുമ്പിട്ട് പ്രിൻസി എന്നോട് പറയും, ബിജുവെച്ചെടുത്ത് മിണ്ടത്തില്ല. ഞാൻ എന്നും ആ പ്രിൻസി പറഞ്ഞ അത് ഓർക്കും. അച്ചപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കണം. ഞാൻ രാത്രി ഇങ്ങനെ ചിന്തിക്കും, നാളെ അച്ചപ്പം ഉണ്ടാക്കാമെന്ന്. രാവിലെ തൊട്ട് രാവിലത്തെ ഉച്ചക്കത്തെ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും ഒരു സമയമാവും. അപ്പോൾ ചിന്തിക്കും, എന്നാൽ വൈകിട്ട് 4 മണിക്ക് എണീറ്റ് ഉണ്ടാക്കാമെന്ന്. പിന്നെ അങ്ങ് മൂഡ് ഓഫ് ആവും. മൂഡ് ഓഫ് അല്ല, പിന്നെ ഒരു ഉഷാറ് കാണത്തില്ല. പിന്നെ വൈകിട്ട് എന്ന് പറയാം, പിന്നെ നമുക്ക് തലേന്നത്തുള്ള അരി ആട്ടണം, പിന്നെ ചായ ഇടണം, അങ്ങനെയുള്ള പരിപാടികൾ അതൊക്കെയാണ്. പിന്നെ എങ്ങനെയും ഞാൻ ഇടണമെന്നും പറഞ്ഞ് ഇരിക്കുക. ഇപ്പോൾ എന്നോട് പിണങ്ങല്ലേ പ്രിൻസിക്കുട്ടി? പിന്നെന്താ, പിന്നെ ഞാൻ എന്താ കണ്ടൊക്കെ ഓർത്തയായിരുന്നു. ഇപ്പം എല്ലാവരുടെയും നൊയമ്പാ. അപ്പം ഞാൻ ഈ മീൻകറിയൊക്കെ കാണിക്കുമ്പോൾ ചിലർ ജിൻസിയും പറയും, ചേച്ചി മീൻകറി കണ്ട് കൊതി വരുവാന്ന്. അപ്പോൾ പ്രീതി ചേച്ചി കഴിഞ്ഞ ദിവസം ഇങ്ങനെ, പ്രീതി ചേച്ചിക്ക് മീനൊക്കെ ഇഷ്ടം, മക്കൾ കൂട്ടാത്തതുകൊണ്ട് ഉണ്ടാകത്തില്ല. അപ്പം ബിജിയുടെ മീൻകറി കണ്ടിട്ട് എനിക്ക് കൊതി വരും. ഞാൻ പറയാം, അടുത്തിറങ്ങി ഞാൻ കൊണ്ടു തന്നേനെയായിരുന്നു. അപ്പോൾ എന്നോട് ഒരു അടുത്തിറങ്ങി ബിജി കൊണ്ടു തരണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ട് വന്നേനെയായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഞാനേ ഇല്ലേ വിക്സിൻ്റെ ടിപ്സ് ചുമയുടെ പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ ഷെറിൻ ബിനോയ് പറഞ്ഞ് ആ ടിപ്സ് ഒത്തിരി പ്രയോജനമായെന്ന്. നന്ദിയുണ്ടേ. എനിക്ക് സന്തോഷമുണ്ട് പലർക്കും അത് പ്രയോജനമായെന്ന് കേൾക്കുമ്പോൾ. അതുപോലെ ഒരാൾ പറഞ്ഞ് ഞാനത് ട്രൈ ചെയ്ത് നോക്കട്ടെ. നോക്കേണ്ട ആവശ്യമില്ല, വലിയവർക്കും ചെറിയവർക്കും എല്ലാം പ്രയോജനമുള്ള ഒരു ടിപ്സാണ് അത്. പിന്നീട് എനിക്ക് ഐഡിയ വരുന്നത് ഹിന്ദി പാഠശാല എന്നും പറഞ്ഞാൽ എൻ്റെ അടുത്ത് വെച്ച് നാട്ടിലെ കാര്യങ്ങളൊക്കെ മിസ് ചെയ്യുന്നു. അങ്ങനെ കണ്ടത്. അയ്യോ, നാട് ഞാൻ ഓർക്കാത്ത ഒരു ദിവസം പോലും കാണത്തില്ല. എത്രയ്ക്കാണെങ്കിലും നമ്മൾ നാട്ടിൽ ജനിച്ച് വളർന്നവർക്ക് നാടിനോട് ഒരു ഇതാണ്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് റേച്ചാനാണെങ്കിൽ ഇവിടെ ബോംബെ ജനിച്ച് വളർന്നതുമായതുകൊണ്ട് റേച്ചാനൊന്നും അത്ര നാടിനോട് കാണത്തില്ല. എനിക്കാണെങ്കിൽ നാട്ടിലെ അങ്ങനെ ജീവിക്കുന്ന രീതിയാണ് എനിക്കിപ്പോഴും ഇഷ്ടം. എന്തോ ചെയ്യാനാ. പിന്നെന്താ, പിന്നൊന്നുമില്ല. ഇന്നും ഒരു കുഞ്ഞു വീഡിയോ ഉണ്ട്, എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചിലർ പറഞ്ഞ് ഇങ്ങനെ ഞാൻ വന്ന് പറഞ്ഞില്ലേ പഴയ അഖിൽ പറഞ്ഞത് ശരി, അഖിൽ പറഞ്ഞത് 1 മില്യൺ എന്നാ. പക്ഷേ എനിക്കിപ്പം 1 ലാക്ക് ആകാത്തത് കൊണ്ട്, ഞാനില്ല ലാക്കിനെ ഓർത്തിരുന്നത് കൊണ്ട് മില്യൺ അങ്ങ് മറന്നുപോയി. നമുക്ക് 1 ലാക്കായാലും 1 മില്യൺ ആയാലും പഴയ ആരെയും ഞാൻ മറക്കത്തില്ല. ഞാൻ പറഞ്ഞതുപോലെ എന്നെ പലരും മറക്കുമായിരിക്കും. അപ്പം പിന്നെ ഒരാഴ്ചയൊക്കെ ആയ ഒരു സംഭവമാണ്. ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ഈ റേച്ചാനൊക്കെ ബാഡ്മിൻ്റൺ കളിക്കാൻ പോകുന്ന വിസ്പറിങ് പാം എന്ന് പറയുന്ന ഒരു ഇവിടെ ഇവിടെ ഞങ്ങളുടെ സൊസൈറ്റിയിലൊക്കെ താമസിച്ചവരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ട്. അവർക്കൊക്കെ മനസ്സിലാവും ഈ വിസ്പറിങ് പാമ്പ് ഏതാണെന്നുള്ളത്. ഇവിടെ ഉള്ളവർ ചിലരൊക്കെ വേറെ ബാംഗ്ലൂരിലും അങ്ങനെയൊക്കെ പോയി താമസിക്കുന്നുണ്ട്. അവിടെ ഞങ്ങൾ ഈ താഴെ ഈ ഗാർഡനിൽ പോയി ഇരിക്കുന്നത് പോലെ. അപ്പോൾ ഗാർഡൻ ആകുമ്പോൾ ഈ തെങ്ങ് അവിടെ എന്ന് പറയുന്നത് മൊത്തം ഈ പനന്തെങ്ങാണ്. അപ്പം നമ്മുടെ ഇവിടെയൊക്കെ തെങ്ങുണ്ട്. ഈ തെങ്ങിൻ്റെ നമ്മുടെ നാട്ടിലത്തെ തെങ്ങുകളുടെ മൂട്ടിലെ മണ്ണ് പോലൊന്നും ഇവിടുത്തെ തെങ്ങുകളുടെ മൂടുകളും ഇല്ല. അതൊക്കെ ഇങ്ങനെ ചരിഞ്ഞങ്ങ് പോയിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് താഴെ പോയി ഇരിക്കാൻ തന്നെ പേടിയാണ് സത്യം പറയാം. ഞാനാ ഇരിക്കുന്നിടത്തൊക്കെ തെങ്ങ് ഇങ്ങനെ അങ്ങ് വളഞ്ഞിങ്ങനെ ഇരിക്കും, അതിൻ്റെ മൂട്ടിലൊന്നും മണ്ണേ ഇല്ല. അപ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെ താഴെ ഈ ബെഞ്ച് ഇട്ടിട്ടുണ്ടല്ലോ, ബെഞ്ചിൽ പോയിരുന്നേ. അപ്പോൾ ഈ പനന്തെങ്ങ് ഒരെണ്ണം പുഴുതിങ്ങ് വീണ് മൊത്തത്തിൽ. ആ വീഡിയോ റീച്ചാൻ ആരോ അയച്ചു കൊടുത്ത്. എന്ന് വെച്ചാൽ ആ സംഭവമൊക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ ഇങ്ങനെ ബ്ലഡ് കിടക്കുന്നതും ആ മരം ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ വീണ് കിടക്കുന്നതൊക്കെ എനിക്കത് കാണാനേ മനസ്സ് തോന്നിയില്ല. അപ്പോൾ അവരുടെ മണ്ടയിൽ കൂടെ വീണ് 5-6 മണിക്കൂർ കഴിച്ചപ്പോഴത്തേനും മരിച്ച്. അത് കണ്ടുകൊണ്ടിരുന്ന ഒരു കൊച്ചൻ ഇപ്പോഴും താഴോട്ട് പോകാനോ കൊച്ചിന് പേടിയാണ്. കണ്ട കുഞ്ഞുങ്ങൾക്കൊക്കെ പേടിയാണ്. അത് മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. എനിക്കും അത് കേട്ടപ്പോൾ തൊട്ടങ്ങ് ഒരു വല്ലാത്ത സിറ്റുവേഷൻ. അതുപോലെ ഇന്നലെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ അബുദാബിയിലുണ്ട്, എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. അപ്പം ഒരു 5 വയസ്സുള്ള കുഞ്ഞാണ്.
മലയാളി കുഞ്ഞാണ്. അന്നേരം ആ കൊച്ചിങ്ങനെ പാടിക്കൊണ്ട് നടക്കുന്നൊരു പാട്ട്, ജീസസ് ലവ് മീ എന്നും പറഞ്ഞൊരു പാട്ട് പാടിക്കൊണ്ട് നടക്കുന്നത്. അപ്പം എനിക്ക് ആ കൊച്ചിന് എന്തുവാ സത്യം ആ കുഞ്ഞും മരിച്ച് ആ ഫ്യൂണറൽ സർവീസും അതിൻ്റെ കാര്യമൊക്കെ എനിക്കിങ്ങനെ വിട്ടു ബിജി. ഇവരിങ്ങനെ നാട്ടിൽ നിന്ന് വന്ന വഴിക്ക് അവർ വന്ന വണ്ടിയുടെ ടയറ് ഇതായി ജാമായി വണ്ടി ഇങ്ങനെ മറിഞ്ഞ് ഈ കുഞ്ഞ് മരിച്ചെന്ന് എനിക്ക് അത് കണ്ടിട്ടും സഹിക്കാൻ വയ്യ. എൻ്റെ ദൈവമേ, നല്ലൊരു മാലാക കുഞ്ഞെന്ന് വെച്ചൊരു മാലാക കുഞ്ഞ് നാട്ടിൽ പോയി അബുദാബിൽ എത്തിയതേ ഉള്ളൂ. എന്തൊക്കെ സംഭവങ്ങളാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക്. ഇല്ല, രാവിലെ നമ്മൾ ഇങ്ങനെ നല്ല ഇതായിട്ട് ഇതൊക്കെ കേൾക്കുമ്പോഴേ എനിക്ക് ഭയങ്കര ആരെങ്കിലും ഒരാൾ എൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ഷെയർ ഇതൊക്കെ കേട്ടണം. എനിക്കൊന്ന് അത് ഭയങ്കര വല്ലാത്ത. പിന്നെ ജോലി ചെയ്യാൻ ഈ കൊച്ചിൻ്റെ ഫ്യൂണറൽ എനിക്കങ്ങനെ ആരുടെയും ഫ്യൂണറൽ സർവീസ് ഒന്നും കാണാനും എനിക്കൊരു ധൈര്യം എന്ന് വെച്ചാൽ എനിക്ക് ആരെയും കരയുന്ന കണ്ടാൽ ഞാനും ഇരുന്ന് കരയും. അത് ആ സർവീസ് കണ്ട് മൊത്തം ഞാനും കരയുമായിരുന്നു. അപ്പം പ്രൈസമോൻ ഇട്ടിരിപ്പുണ്ടായിരുന്നു. അവനിങ്ങനെ എന്നെ നോക്കുക. എന്തൊക്കെ സംഭവങ്ങളാണ് ആ കുഞ്ഞിനെ കണ്ട അവളുടെ ആ പാട്ട് പാടി നടക്കുന്നതൊക്കെ കണ്ടില്ലെങ്കിൽ നമ്മൾ കണ്ടില്ലെന്നേ ഉള്ളൂ. അതുപോലെ ഇതും വല്ലാത്ത സംഭവമായിപ്പോയി. ഏത് സമയം എന്താ സംഭവിക്കുന്നതെന്ന് ആർക്കും ഒന്നും പറയാനൊക്കത്തില്ല. അതാ ഞാൻ പറയുന്നത്, ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് തരുന്നതോ ദൈവത്തിൻ്റെ ഒരു ദാനം തന്നെ അല്ലേ. ഓക്കെ, എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ എനിക്കധികം ചെടിയില്ല, പനിക്കൂർക്കയും കറ്റാർവാഴയും ഉള്ളെന്ന്. എനിക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു. പക്ഷേ നമ്മൾ ഈ ടൈപ്പ് ചെയ്യുമ്പം ചിലപ്പം അപ്പുറം ഇപ്പുറമുള്ള അക്ഷരങ്ങൾ മാറിപ്പോത്തില്ലേ. അപ്പം ചെടിയെന്നാണോ എഴുതി എന്തോന്ന് എനിക്കങ്ങനെ ചോദിച്ചു. ഞാൻ ഊഹിച്ച് ചേച്ചി കുറച്ച് ചെടികൾ വാങ്ങിച്ച് നട്ടൂടെ നല്ലതല്ലേന്ന്. അങ്ങനെ ആണോ ഞാൻ നേരം ചോദിച്ച് ചെടിയെന്നാണോ എഴുതിയെന്ന്. റിപ്ലൈ വന്നില്ല. ചെടികൾ വാങ്ങിച്ച് നടുന്ന കാര്യമാണെങ്കിൽ നമ്മുടെ അവിടെ ഗ്രില്ലിൻ്റെ അവിടെ ഇത്തിരി പൊങ്ങിയ ഗ്രില്ലിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മേളിലല്ലേ നമ്മൾ ഈ അയ ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ ജീൻസ് അങ്ങനെയുള്ള നീളമുള്ള തുണികൾ ഇടുമ്പം ഈ ചെടികളിൽ തട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കുറച്ച് അവിടെ വെക്കാവുന്നേ ഉള്ളൂ. നേരത്തെ ഉണ്ടായിരുന്നു കറിവേപ്പും തുളസിയൊക്കെ. അപ്പോൾ ഈ കറിവേപ്പ് പോകാൻ കാര്യം തന്നെ ഈ ജീൻസൊക്കെ ഞാൻ കഴിവതും ചെറിയ തുണികൾ ആ സൈഡിൽ ഇടാൻ നോക്കും. പക്ഷേ ഈ പോളണ്ടയിലെങ്ങാനും ഇടാൻ കൊടുക്കുകയാണെങ്കിൽ അവരൊന്നും ശ്രദ്ധിക്കത്തില്ല. അവർക്ക് ചെടികളിനോടും അത്ര ഇതില്ല. ഇവിടെ എനിക്ക് മാത്രമേ ഉള്ളൂ ചെടികളിനോട് സ്നേഹം. മീൻസ് നമുക്കൊരു പൂവൊക്കെ നിൽക്കുന്ന കാണുന്നത്. അതുകൊണ്ട് ആ ബാൽക്കണി വെക്കാൻ പറ്റത്തില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ചെടി. അതുകൊണ്ടാണ് ചെടികൾ വാങ്ങിച്ച് വെക്കാത്തത്. എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ ഈ അകത്തൊക്കെ മണി പ്ലാന്റും അങ്ങനെയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അതേ ഉള്ളൂ. സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വെച്ചേനെയായിരുന്നു. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ അതാ ഉദ്ദേശിച്ചെങ്കിൽ. മായ എന്നോട് ചോദിച്ചാലും ചേച്ചി നെല്ലിക്ക അച്ചാറിട്ടിട്ട് ഫ്രിഡ്ജിലല്ലേ വെക്കുന്നതെന്ന്. ഞാൻ ഫ്രിഡ്ജിലല്ല വെക്കുന്നത്. എൻ്റെ അത് ഇട്ടിട്ട് ഇപ്പോൾ ഒരു 6 മാസത്തിൽ കൂടുതലായെന്ന് തോന്നുന്നു. അതാ ഞാൻ പറഞ്ഞത് അങ്ങ് ഇരുന്ന് കനിഞ്ഞെന്നും. ഞാൻ വെളിയിൽ തന്നെ വെച്ചേക്കുന്നത്. അതുകൊണ്ടിപ്പം ഞാൻ വീട്ടിൽ ഉപയോഗിക്കാൻ തന്നെ ഞാൻ ആ ഒരു സ്പൂൺ ഇങ്ങനെ അകത്ത് വെച്ചിട്ട് എടുക്കുന്നുണ്ടേ. ഒരു പൂപ്പലാവട്ടെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാനുണ്ടാക്കുന്ന അച്ചാർ നോൺ വെജ് ഞാനൊരു 5-6 മാസം വരെ അതുവരെ നോക്കിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ വെച്ചിട്ടില്ല. അല്ല, നമ്മുടെ വെജ് ആണെങ്കിൽ നാരങ്ങ ഇതൊക്കെ ആണെങ്കിൽ ഇരിക്കും തോറും നല്ലതാവത്തേ ഉള്ളൂ, കനിഞ്ഞങ്ങ് ഇതാവത്തേ ഉള്ളൂ. ഞാൻ നെല്ലിക്ക ഞാൻ ഫ്രിഡ്ജിലല്ല വെച്ചേക്കുന്നത്. നമ്മൾ നനവുള്ള സ്പൂണും അങ്ങനെ ഒന്നും ഇടാതിരുന്ന ഒരു കുഴപ്പവും ഇല്ല. വെളിയിൽ തന്നെ വെച്ചിരുന്നാൽ മതി. നമ്മൾ സൂക്ഷിക്കുന്ന അനുസരിച്ചിരിക്കും അച്ചാറുകൾ പന്നലാവുന്നതും അങ്ങനെയൊക്കെ. രാവിലെ നേരം ചായ ഉണ്ടാക്കുന്നുണ്ട്. അത് ഇഞ്ചിയൊക്കെ ഇട്ട ചായ ഉണ്ടാക്കുന്നത്. അപ്പം നേരത്തെ ഉണ്ടാക്കിയ പാവ് ഭാജിയുടെ കുറച്ച് ഭാജിയും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് പാവ് ഭാജിയാണ്. അപ്പം പിള്ളേർക്ക് കൊടുക്കാനുള്ള ബോൺവിറ്റ അവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ചായയൊക്കെ ഒന്ന് എടുക്കട്ടെ. എല്ലാവരും കഴിച്ചു. അതിന് ശേഷം ലാസ്റ്റ് ഞാനിവിടെ ഇവിടെ വന്നിരുന്ന് പാവ് ഭാജി കഴിക്കുക. അപ്പോൾ ഒരിച്ചിരി അന്നത്തേനെ കൈ കുറച്ച് കുറവായിരുന്നു ഇന്ന്. നമ്മൾ ആദ്യത്തെ ദിവസം ആകുമ്പം വൈകിട്ട് അവന്മാർക്ക് കൊടുക്കാൻ ഞാൻ എടുത്ത് വെക്കും. ഇതിപ്പം രാവിലത്തെ കൊണ്ട് എല്ലാം തീരും. കറി അത്രയ്ക്ക് ഉള്ളായിരുന്നു. അപ്പോൾ പ്രൈസമ്മോനെ ഞാൻ ഇന്ന് സ്കൂളിൽ വിട്ടില്ല. അപ്പോൾ ഇന്നലെ അറിയിച്ചാൻ അവന് ഇച്ചിരി വയ്യായിരുന്നു.
അപ്പം താഴെ അവനെയും കൊണ്ട് പപ്പ ഉള്ളപ്പം പിള്ളേർക്കാണെങ്കിൽ വയ്യാഴി എന്തോ അവർക്ക് അറിയണം, നമ്മളല്ലേ കാണുന്നത്. അപ്പോൾ അവൻ താഴെ പോയി ക്രിക്കറ്റൊക്കെ അപ്പനും മോനോടെ ക്രിക്കറ്റ് കളിച്ച്. അപ്പോൾ അവൻ ഇച്ചിരി ഒരു കോൾഡും ചുമയും അതൊക്കെ. ഞാൻ ചെന്നാൽ ഇന്ന് പോർഷനെല്ലാം തീർന്നു, റിവിഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഇന്ന് അവനെ വിട്ടില്ല. ഞാൻ പറഞ്ഞു പോയി റെസ്റ്റ് എടുക്കുന്നത്. എവിടെ അവൻ റെസ്റ്റ് എടുക്കുന്നത്? ഞാൻ പറഞ്ഞു ഒരിടത്ത് പോയി അടങ്ങിയിരിക്കുന്നു. ഒരു മിനിറ്റ് കൊച്ച് അടങ്ങിയിരിക്കത്തില്ല, ഇങ്ങനെ വണ്ടി ഓടിച്ച് ഓടിയും ചാടിയും ഇങ്ങനെ ഇരിക്കും. ഞാൻ പറഞ്ഞു എന്നാൽ അതിനേക്കാൾ നല്ലത് സ്കൂളിൽ പോയി അടങ്ങിയിരിക്കുമായിരുന്നു. ഇനിയിപ്പം ഞാൻ അരി കഴുകി അടപ്പത്തിടുക. അപ്പം വെള്ളേരിയായി ഇത്. അപ്പം ഞാൻ അന്ന് ചുമന്നേരി പറഞ്ഞിട്ടുണ്ടേ, എൻ്റെ ഒരു അജിത വ്ലോഗ് ചേച്ചിയുണ്ട്. ആ ചേച്ചിക്കും ചുമന്നേരി ഇഷ്ടമല്ല, ചുമന്ന ചോറ് ഇഷ്ടമല്ല, വെള്ളച്ചോറാണ് ഇഷ്ടം. എനിക്കാണെങ്കിൽ നേരെ തിരിച്ച്, എനിക്ക് ചുമന്ന ചോറും ഇച്ചിരി മീൻകറിയൊക്കെ ഒഴിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നലത്തെ ഇച്ചിരി മീൻകറിയും കൂടെ ഇരിപ്പുണ്ട്, അത് ഞാനൊന്ന് തിളപ്പിച്ച് വെക്കുന്നുണ്ട്. ഒരു 3 കഷ്ണമുണ്ട്, അത് ഉച്ചയ്ക്കുണ്ട്. നാട്ടിൽ ചേച്ചിയുടെ വീട്ടിൽ പുളിമരമുണ്ട്. ഇപ്പത്തി അങ്ങനെ ഇല്ലെന്ന് പറയുന്നവർ ഒരു കമ്പൊക്കെ വെട്ടി മാറ്റിയോണ്ട്. അവിടെ ഉള്ളതുകൊണ്ട് നാട്ടിൽ പോകുമ്പോൾ പുളിക്ക് പ്രശ്നമില്ലായിരുന്നു. ഭയങ്കര മെനക്കേടാണ് നമുക്കിപ്പം എടുത്തങ്ങ് ഇടാൻ പുളിക്കാത്ത. എന്ത് കഷ്ടപ്പാടാണെന്നറിയാം ഇത് ഉണക്കി എടുക്കാൻ. അപ്പം ഇന്നും അന്ന് വെച്ചാൽ ഒരു 4 മീൻ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഓരോന്നോരോന്ന് ഞാൻ എടുത്ത് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് ചെയ്യുന്നത്, ഇന്ന് മുള വരച്ചല്ല വെക്കുന്നത്, ഇന്ന് വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ പിള്ളേർക്ക് മുള വരച്ചതാണ് കൂടുതൽ, പിന്നെ തേങ്ങ അരച്ചത് ഇഷ്ടമാണ്. പക്ഷേ ഈ രീതിയിൽ ഞാൻ വെച്ചിട്ട് ഇനി എന്തോ ഇന്നാളി നന്നായിട്ട് തേങ്ങ വറുത്തരച്ചോണ്ടേ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഇത് ചെയ്തോടെ എന്തോ ഇനി ചൂരയായിട്ടാണോ എന്തോ കൂട്ടിയാണോ എന്തോ അത്ര പോൾമോൻ അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. എൻ്റെ കയ്യിലന്ന് മുള്ളു കയറിയത് എങ്ങനെയാണെന്നോ, ഈ ചൂരയുടെ പള്ളവശം ഉണ്ടല്ലേ, അവിടെ ഇത്തിരി കറുപ്പ് പോലെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ കൈയിട്ട് അവിടെ ക്ലീൻ ചെയ്യാൻ പോയി, അന്നേരം അവിടുന്ന് കൊണ്ട മുള്ള. അപ്പം ഞാനിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. കുറച്ച് തേങ്ങ, ഒരു കൂടി തേങ്ങ, അതൊന്ന് ഇച്ചിരി ഒന്ന് വറക്കട്ടെ. മൊത്തത്തിലങ്ങ് നമ്മളില്ല തീയൽ വെക്കുന്ന പോലെ വറക്കുന്നില്ല, ഞാൻ കാണിക്കാം. ഇതിലോട്ട് ഞാൻ ഒരു 3-4 കൊച്ചുള്ളിയും ഒരു 2-3 വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട്. ആദ്യം എണ്ണ ഒഴിച്ചില്ലായിരുന്നു, ഇനി ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത്രയും പറഞ്ഞിട്ട് അവൻ വേറെ എവിടെ കണ്ട് കയറിപ്പോയി ഇല്ലേ? ട്രാഫിക് ആയിരുന്നോടാ? ऑफिस से निकलने के बाद मॉल जाती है। അത് വായി വെക്കാതെ, അതാ നിനക്ക് ഈ ചുമയൊക്കെ വരുന്നത്. ചുമ അവൻ എന്നിട്ട് കഫ്, ചെസ്റ്റിൽ കഫുണ്ട്, അങ്ങനെയൊക്കെ മെഡിസിനൊക്കെ ഇപ്പം കൊടുക്കുന്നുണ്ട്, ഡോക്ടറെ കാണിച്ച്. അപ്പം ഇന്ന് വിടുന്നില്ലെന്ന് ചോദിച്ചാൽ. ഇന്ന് ഡാൻസൊക്കെ ഉണ്ട് സ്കൂളിൽ, അപ്പം കിടന്ന് ചാടുകയൊക്കെ ചെയ്യുമ്പോൾ അവന് ഇന്നലെ രാത്രി മൊത്തം ഉറക്കത്തിൽ കിടന്ന് അരങ്ങുമായിരുന്നു. അപ്പോൾ ഹിന്ദി പഠിക്കാൻ പറഞ്ഞിട്ട് ഇരുത്തിയതാണ്. അപ്പോൾ കുറച്ചവൻ റീഡ് ചെയ്തിട്ട് അവൻ വേറെ അവിടെ കളിക്കാൻ പോയി. സ്കൂൾമോനൊരു 3:30 ആകുമ്പോൾ പോയാൽ മതി.
സ്കൂൾമോനും ടെസ്റ്റ് ഉണ്ടെന്ന് ട്യൂഷൻ്റെ അവിടെ പരീക്ഷ 11-ാം തീയതി അതിൻ്റെ അപ്പം ക്ലാസ്സസിൽ എന്നും ടെസ്റ്റ് ഇടുന്നുണ്ട്. पाव किलो ले नहीं टोस्ट नहीं कितना पाव टोस्ट भी पाव പോളെ ഇടയ്ക്ക് കയറി അവനെ ഒന്നും പറയണ്ട. ഞാനും അപ്പച്ചനും ഉണ്ട് ഇവിടെ. നീ അവനെ ഒന്നും പറയണ്ട. ഈ പുള്ളിക്കാരൻ ആഴ്ച ഒരു ദിവസം വരും. ആദ്യം വന്ന് ചോദിച്ചിട്ട് നമ്മുടേത് അളവൊക്കെ താഴെ വെച്ചേക്കുക, പിന്നെ എടുത്തോണ്ട് തരും. അത് വന്നിയാ ഞാൻ കാര്യം ചോദിച്ചു. നല്ലയാ അയാടെ കൈ കൊണ്ടുവന്നേ. അതെന്നേരം ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ ഈ പിള്ളേർക്ക് നാൻ കട്ടായി എന്ന് പറയുന്ന പറഞ്ഞുകൊണ്ട് മധുരമാണ്. അത് വാങ്ങിച്ചേരം ഡാഡി പറഞ്ഞ് ടോസ്റ്റ് കൂടെ വാങ്ങിക്കാം. അപ്പോൾ ഇത്രയൊക്കെ മൂത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1-2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഒന്നുകൂടെ ഇത് മസാലയും കൂടെ ഒന്ന് മൂക്കട്ടെ. ഇനി ഇത് തണുത്തിട്ട് ഒന്ന് മിക്സിയിൽ നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇത്ര ഇഞ്ചിയും കൂടെ, പുളി, അപ്പോൾ ഇച്ചിരി പഞ്ഞിപ്പുല്ല്, അതായത് നമ്മുടെ റാഗി, കൂരക്, ഇതെല്ലാം ഇങ്ങനെയൊക്കെ പറയും. അതൊന്ന് ഞാൻ കഴുകി വെള്ളം ഇങ്ങനെ അരിപ്പയിലിട്ട് എനിക്കതൊന്ന് വെയിലത്ത് വെച്ചിട്ട് ബാൽക്കണി കൊണ്ട് വെച്ചിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാനാണ് എനിക്ക്. അതിൻ്റെ പൊടി വേണം എനിക്ക് അപ്പം ഉണ്ടാക്കാൻ. അപ്പം നമ്മുടെ കറിയൊക്കെ തിളച്ച് ഇതായിരുന്നു. ഇച്ചിരി ചാറ് കൂടിപ്പോയി. അപ്പം അതിൽ ഞാൻ ഇച്ചിരി കടുകൂടെ വറുത്ത് ചേർത്തിട്ടുണ്ട്. അപ്പം വൈകുന്നേരം ആയണ്ണേ കൊച്ച് ഞാൻ പിടിച്ച് കയറ്റി കിടത്തി. അങ്ങനെ കിടന്ന് ഉറങ്ങി. അപ്പം ഞാനൊന്ന് വൈകിട്ട് നടക്കാൻ പോവാ. അപ്പം ഒരു പില്ലോ ഞാൻ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ചിലപ്പോൾ ഇങ്ങോട്ട് ഉരുണ്ട് വന്നാലോ. ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങിയതാ, അല്ലെങ്കിൽ ഉറങ്ങത്തില്ല. ഞാൻ നടന്നിട്ട് വന്നിട്ടും എണീറ്റില്ല. പിന്നെ ഞാൻ വന്നൊരു കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ച് അത് കഴിഞ്ഞ് പിന്നെ ഉണർത്തി, അല്ലെങ്കിൽ രാത്രി ഉറങ്ങത്തില്ല. അപ്പോൾ രാവിലെ വാങ്ങിച്ച ടോസ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെ കോഫിയും ടോസ്റ്റും കൂടെ ഞാൻ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഷെയർ കൂടെ ഒന്ന് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.